മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ലോക സമാധാനത്തിന് പുതിയ സംഘടനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിൽ ട്രംപ് സ്ഥിരം മേധാവിയായി സ്വയം അവരോധിച്ചു. 50ഓളം രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ക്ഷണം ലഭിച്ചു. ഇന്ത്യ വിട്ടുനിൽക്കുന്നു. അതേസമയം പാകിസ്ഥാൻ, UAE, ഖത്തർ അടക്കം 19 രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേരുകയും ചെയ്തു. ലോകക്രമത്തിന് വെല്ലുവിളി എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വിമർശനം. ഇതിനെതിരെ ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭ. അജയ് സുധാ ബിജു ചേരുന്നു. ഒരിക്കൽ കൂടി അജയ്, ഇതൊരു വല്ലാത്ത നീക്കമായി പോയല്ലോ. ട്രംപ് സ്വയം അതിൻ്റെ സ്ഥിരം മേധാവിയായി അവരോധിക്കുന്നു ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ട്രംപ് വിവരിക്കുന്നത്? എൽദോ, ഇപ്പോൾ ഗാസ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കുൾപ്പെടെ ഈ സംഘടനയിലേക്ക് നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നതാണ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക, യുദ്ധാനന്തരമുള്ള അവിടുത്തെ ഒരു പുനർനിർമ്മാണം, അതിന് മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമായിരുന്നു ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. എന്നാൽ ഈ സംഘടനയ്ക്ക് UN-ന്റെ അതേ ഒരു സ്വഭാവം നൽകാനാണ് ട്രംപ് നിലവിൽ ശ്രമിക്കുന്നത്. അതായത് UN-ന് ബദലായി മറ്റൊരു ലോക സമാധാനത്തിന് മറ്റൊരു സംഘടന, ഇത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. ഇത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചായിരുന്നു. അവിടെ സ്വിറ്റ്സർലാൻഡിൽ തന്നെയുള്ള സ്വിസ് മൗണ്ടൻ റിസോർട്ടിൽ വെച്ച് ഈ സാമ്പത്തിക ഫോറത്തിൻ്റെ തന്നെ സമാന്തരമായിട്ട് ഒരു പ്രത്യേക പ്രഖ്യാപനം ട്രംപ് നടത്തുകയായിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ നിരവധി രാജ്യങ്ങൾ പങ്കെടുത്തു. ഇന്ത്യക്കുൾപ്പെടെ ഇതിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതിൽ ചേരുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ഷണം നിരസിക്കുന്നതായിട്ടോ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സംഘടനയിൽ ചേർന്നിട്ടുള്ളത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ UAE, ഖത്തർ, സൗദി, അർജന്റീന, അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. 19 രാജ്യങ്ങളുടെ അംഗത്വമാണ് നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. $1 ബില്യൺ ഈ സംഘടനയിൽ ബോർഡ് ഓഫ് പീസിൽ അംഗത്വം ലഭിക്കുന്നതിനായിട്ട് രാജ്യങ്ങൾ നൽകണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് തന്നെ സ്വയം ഈ സംഘടനയുടെ ഒരു സ്ഥിരം മേധാവിയായിട്ട് സ്വയം അവരോധിക്കുകയായിരുന്നു. ഇതിന് തൻ്റെ യോഗ്യതയായിട്ട് ട്രംപ് എടുത്തു പറയുന്നത് 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടുന്ന ഒരു വേദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു താൻ ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിനന്ദിച്ചതാണ്. 10 മില്യൺ മുതൽ 20 മില്യൺ ആളുകളുടെ ജീവൻ വരെ ട്രംപ് രക്ഷിച്ചു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞതായിട്ട് അദ്ദേഹം കോട്ട് ചെയ്ത് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ തന്നെ സ്വയം പ്രശംസിച്ചുകൊണ്ട് ഈ ഗാസ സമാധാന പദ്ധതിക്ക് ശേഷം ഇനി അടുത്ത ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ബോർഡ് ഓഫ് പീസിൻ്റെ ശ്രമം എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. എന്നാൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി, UK, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ ഇതിന് ഈ ക്ഷണം ഔദ്യോഗികമായി തന്നെ നിരസിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഈ ക്ഷണം നിരസിച്ചതിൻ്റെ ദേഷ്യത്തിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് അവരുടെ വിസ്കി, വൈൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ 200% തീരുവ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത നീക്കങ്ങളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. UN എന്നാൽ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. ശരി അജയ്, എന്നാലും ട്രംപിൻ്റെ ചില നീക്കങ്ങളാണ് ഇപ്പോൾ അജയ് വിവരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.